ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ കുറച്ച് നാൾ മുന്നെടുത്തൊരു വീഡിയോ ആണ്. ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത് ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ. നമ്മളിന്ന് വന്നിരിക്കുന്നത് മൂന്നാറിലുള്ള ഹൈഡൽ പാർക്കിലാണ്. മൂന്നാർ ടൗണിനോട് തന്നെ ചേർന്നിട്ടുള്ള ഒരു പാർക്കാണിത്. ഇവിടെ മെയിനായിട്ട് നമുക്ക് കുട്ടികൾക്കും പിന്നെ മുതിർന്നവർക്കും എല്ലാം വന്നിരിക്കാനും ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു നല്ല അടിപൊളി പ്ലേസാണ്. പോരാത്തതിന് ഇവിടെ സ്നാക്സ്, ടീ, കോഫി അങ്ങനെയുള്ള ചെറിയൊരു ഷോപ്പും കൂടി ഉണ്ട്. പിന്നെ കയാക്കിങ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലേക്കും കൂടിയുണ്ട് ഇവിടെ. നമ്മൾ മുന്നേ ചെയ്ത ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണിത്. ഈ ഒരു ഹൈഡൽ പാർക്ക് മെയിനായിട്ട് ഗാർഡനിങ്ങും പിന്നെ കുട്ടികൾക്ക് പറ്റിയ ചില ആക്ടിവിറ്റീസും സിപ്പ് ലൈനും കയാക്കിങ്ങും എന്ന് തുടങ്ങി കുറച്ച് അനേകം തന്നെ ആക്ടിവിറ്റീസ് ഇവിടെ തന്നെയുണ്ട്. ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസാണ് ഈ ഒരു ഹൈഡൽ പാർക്ക്. വർഷം മുഴുവൻ സഞ്ചാരികൾക്ക് ഈ പാർക്ക് സന്ദർശിക്കാമെങ്കിലും ബ്ലോസം പാർക്ക് സഞ്ചരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ്. ഈ മാസങ്ങളിലാണ് ഏറ്റവും നല്ലൊരു ക്ലൈമറ്റ് നമുക്കിവിടെ അനുഭവപ്പെടുക. ആ ഒരു ടൈമിൽ ഇവിടെ നിൽക്കാനും ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ വളരെ മനോഹരമായിരിക്കും. ഈ ഒരു മാസങ്ങളിലാണ് ഇവിടെ ഫ്ലവർ ഷോ ആരംഭിക്കുന്നത്. ഇവിടുത്തെ ഫ്ലവർ ഷോ വളരെ മികച്ച രീതിയിലാണ് ഇവരിവിടെ പ്രസൻറ്റ് ചെയ്യാറ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇതുപോലെ ഫ്ലവർ ഷോ കാണാൻ മസ്റ്റായിട്ടും വന്നിരിക്കേണ്ട ഒരു പ്ലേസാണ് ഇവിടെ. ഇതിൻ്റെ പ്രവർത്തന സമയം വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. അപ്പോൾ 7 മണി ആകുമ്പോഴേക്കും നമ്മളിവിടെ അതിന് മുന്നായിട്ട് എത്തിച്ചേരുകയാണെങ്കിൽ നമുക്ക് നൈറ്റിലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ടിക്കറ്റ് നിരക്കാണ്. ഞങ്ങൾ വന്ന ടൈമിൽ ഏതാണ്ട് ഒരു 50 രൂപയ്ക്ക് അടുത്താണ് ടിക്കറ്റ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കാർ പാർക്കിങ്ങും ബൈക്ക് പാർക്കിങ്ങിനൊക്കെ ആയിട്ട് വളരെ വലിയൊരു മൈതാനം തന്നെ ഇവിടെ നമുക്ക് പാർക്കിംഗ് സ്പേസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള മറ്റു വിനോദസഞ്ചാര മേഖലകളാണ് ഈ പോത്തമ്മേട് വ്യൂ പോയിൻ്റ്, ടീ മ്യൂസിയം, ആറ്റുകാട് വെള്ളച്ചാട്ടം, കൊളുക്കുമല ടീ എസ്റ്റേറ്റ്, ഇരവികുളം നാഷണൽ പാർക്ക്, പിന്നെ ഫോട്ടോ പോയിൻ്റ് എന്നിങ്ങനെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ഈ ഒരു പാർക്കിൽ നമുക്ക് ഓരോ കൊല്ലം വരുമ്പോഴും പുതിയ അപ്ഡേഷൻസ് കാണാൻ സാധിക്കും. ഈ ഒരു സിപ്പ് ലൈനൊക്കെ നമുക്ക് ഈ അടുത്ത് വന്നതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഏതാണ്ട് ഒരു 400 മീറ്ററോളം ഉണ്ടെന്നുള്ളത്. അതായത് 1 സൈഡുള്ള ഒരു സിപ്പ് ലൈനാണ്, 2 സൈഡ് ഇല്ല. നമുക്കത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നുണ്ട്. അത് കാരണം ഞാനൊന്ന് ഒരു വട്ടം ട്രൈ ചെയ്തായിരുന്നു. എനിക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നി. കാര്യം അതിന് ടിക്കറ്റ് ചാർജ് എനിക്ക് വന്നത് ഒരു 300 രൂപ റേഞ്ചിലായിരുന്നു. ഈ ഒരു സിപ്പ് ലൈനിൽ പോകുന്നതോട് കൂടി നമുക്കൊരു ഡ്രോൺ വ്യൂ ആണ് നമുക്ക് ശരിക്കും ഈ പാർക്കിൻ്റെ ഒരു ടോട്ടൽ ഡ്രോൺ വ്യൂ ആണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാച്യൂസാണ്. മൃഗങ്ങളുടെ ആനിമൽസിൻ്റെ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട് ഇവിടെ. ആനയുണ്ട്, ഒട്ടകമുണ്ട്, കടുവയുണ്ട്, അങ്ങനെ അനേകം. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ദേശക്കുട്ടീനെ ഒരു പൂന്തോട്ടത്തിൻ്റെ മുന്നിലിരുത്തി ഒരു 4-5 ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് അവിടെ തൊട്ടടുത്തൊരു കടുവേനെ കണ്ടത്. അപ്പോൾ കടുവേരെ മുകളിൽ ഈസക്കുട്ടീനെ ഇരുത്തി ഒരു 3-4 ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു. അവൾക്കും ഭയങ്കര ഇഷ്ടമായി. അവൾ ഇതുവരെ കാണാത്ത പുതിയ കാഴ്ചകളാണ് അവൾക്കിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈസക്കുട്ടിയുടെ കുറച്ചധികം ഷോർട്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കും വന്ന് കാണാൻ പറ്റിയ ഒരുപാട് കാഴ്ചകൾ നമുക്ക് മൂന്നാറുണ്ട്. അത് ട്രക്കിംഗ് മുതലായിക്കോട്ടെ, ബോട്ടിംഗ് ആയിക്കോട്ടെ, കയാക്കിംഗ് ആയിക്കോട്ടെ, സിപ്പ് ലൈനുകളായിക്കോട്ടെ എന്ന് തുടങ്ങി നമുക്ക് ഒരുവിധം എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും നമുക്ക് മൂന്നാറിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സൈഡ് സീയിങ്ങിൽ ആയാലും നേച്ചർ വ്യൂ ആയാലും ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു വൈബ് നമുക്ക് വേറൊരു സ്ഥലത്തു നിന്നും കിട്ടില്ല. അത്രയും മനോഹരമാണ് മൂന്നാറിലെ ഈ കാഴ്ചകൾ.